കടലോരം മുതൽ മലയോരം വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലം അക്ഷരാർത്ഥത്തിൽ പോരാട്ടത്തിന്റെ ഈറ്റില്ലമാണ്. കണ്ണീരുകൊണ്ട് കയറു പിരിക്കുന്നവർ മുതൽ തീരത്ത് ജീവിതം തിരയുന്നവർ വരെ ജീവിക്കാനായി പോരാടുന്നതിനിടെയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാവുന്നതും. കുളിർമ പകരുന്ന പൊന്മുടി മുതൽ കണ്ണീരുണങ്ങാത്ത മുതലപ്പൊഴി വരെ ഓരോ മണൽത്തരിയിലും മൂർച്ചയേറിയ രാഷ്ട്രീയ ചിന്തകളുമുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളും അവരുടെ ആശയങ്ങളും മാറ്റുരയ്ക്കപ്പെടുന്നത്. പൊതുവെ ഇടതു ചാഞ്ഞ മണ്ഡലത്തെ 2019 വലത്തേക്ക് വെട്ടിപ്പിടിച്ച അടൂർ പ്രകാശ് UDFന് വേണ്ടി മണ്ഡലം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ്. വെറും കൈയോടെയല്ല രണ്ടാമൂഴത്തിനെത്തുന്നത്. താൻ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് വോട്ടർമാർക്ക് മുന്നിൽ രാഷ്ട്രീയം പങ്കുവെക്കുന്നത്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണമില്ലാത്ത മുന്നണിയിലൂടെ പ്രതിനിധിയെങ്കിലും 5 വർഷക്കാലം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നായിരുന്നു പ്രവർത്തനമെന്നത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ്. 7 മണ്ഡലങ്ങളിലായി 1 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന സ്ഥാനാർത്ഥിയുടെ വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് സ്ഥാനാർത്ഥികളും തള്ളുന്നുമുണ്ട്. എന്നാൽ കൃത്യമായ മുന്നൊരുക്കത്തിലാണ് അടൂർ പ്രകാശ്. വ്യാജന്മാരെ വെച്ച് പൊറുപ്പിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് സത്യസന്ധവും സുതാര്യവും നീതിയുക്തവുമാകണം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അട്ടിമറിയുടെ ചരിത്രമുള്ള ആറ്റിങ്ങൽ ഇത്തവണ ജോയിലൂടെ തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയാണ് LDFന്. സ്വന്തം മണ്ഡലമായ വർക്കലയ്ക്ക് പുറമെ മറ്റ് 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് MLAമാർ 7 ഇടങ്ങളിൽ നിന്നായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് 1,25,302 വോട്ടിന്റെ ലീഡുമുണ്ട്. ഇതിനു പുറമെ ജില്ലയിൽ CPMന്റെ അമരക്കാരൻ കൂടിയായ ജോയി ഇത്തവണ ജോറാക്കുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളത്. കണക്കുകളും സംഘടനാശേഷിയും സുഭദ്രം. മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജോയിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ജനകീയതയുടെ അളവുകോൽ ആണെന്ന വിലയിരുത്തലും മുന്നണിക്കുണ്ട്. ജനങ്ങളിൽ ഒരാളായി മാറുന്ന ജോയി തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികൾക്കുള്ള മറുപടിയെന്നും പ്രവർത്തകർ പറയുന്നുമുണ്ട്. കാർഷിക ഭൂമിക കൂടിയായ മണ്ഡലത്തിൽ BJPക്ക് നിലമൊരുക്കാൻ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. 2019 BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ നേടിയ 2,48,081 വോട്ടുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് പ്രവർത്തനം. ഒപ്പം മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും പ്രചാരണത്തിന് കരുത്തു പകരുന്നുണ്ട്. 2014 BJPക്കായി മത്സരിച്ച ഗിരിജാകുമാരി നേടിയത് 90,528 വോട്ടുകളായിരുന്നു. കേന്ദ്ര പദ്ധതികളുടെ നിർവഹണവും റെയിൽവേ വികസനത്തിലെ നാഴികക്കല്ലുകളും തനിക്ക് നേട്ടമാകുമെന്ന കണക്കുകൂട്ടലാണ് സ്ഥാനാർത്ഥിയുടെയും മുന്നണിയുടെയും ചിട്ടയായ പ്രവർത്തനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായി മണ്ഡലത്തിലുള്ള രാഷ്ട്രീയ തരംഗം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. ഈഴവ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങൾക്കും നായർ സമുദായത്തിനും വ്യക്തമായ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചെറുതല്ലാത്ത സാന്നിധ്യവും ഇവിടെയുണ്ട്. കേരളത്തിന്റെ മനസാക്ഷിയെ പൊള്ളിച്ച പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തുടർന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടും. 2019 SDPIക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്ന ഇവിടെ 38% വോട്ട് നേടി UDF വിജയിച്ചപ്പോൾ LDFന് നഷ്ടം 11% വോട്ടാണ്. 2014 10% വോട്ടിന്റെ പിന്തുണയുണ്ടായിരുന്ന BJP കഴിഞ്ഞ തവണ അത് 24% മാറ്റി. അന്ന് ശബരിമല ഒരു വിഷയമായിരുന്നെങ്കിൽ ഇന്ന് വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളും മാത്രമാണ് അജണ്ട. മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് BJPയോടുള്ള നിലപാടും ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ചും CPM സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിലൂടെയും ഓടിക്കയറാനാണ് ഇടതു തിരക്കഥ. അതേസമയം 2 സർക്കാരുകളുടെയും കുറവുകൾ എണ്ണിപ്പറയുന്ന UDF വിജയത്തിൽ കുറഞ്ഞൊന്നും മുന്നിൽ കാണുന്നുമില്ല.